അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലേൺ അറബിക് വിത്ത് മിന്ന സലിം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നബി പത്നിമാർ. ഒന്ന്, ഖദീജ റളിയല്ലാഹു അൻഹ. ഖദീജ റളിയല്ലാഹു അൻഹയുടെ പിതാവ് അസദിൻ്റെ മകൻ ഹുവൈലിദ്. അടുത്തത്, ഖദീജ റളിയല്ലാഹു അൻഹയുടെ മാതാവ് ആര്? സയ്യിദയുടെ മകൾ ഫാത്തിമ. അടുത്തത്, ഖദീജ ബീവിയുടെ ഓമന പേര് എന്ത്? ഉമ്മു ഹിന്ദ്. മുൻ ഭർത്താവ് ഹാലയിലെ കുട്ടിയാണ് ഹിന്ദ്. അടുത്തത്, ഖദീജ ബീവിയുടെ ജനനം. ഹിജ്റയ്ക്ക് 68 വർഷം മുമ്പ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മണവാട്ടിയാകുമ്പോൾ ഖദീജ ബീവിയുടെ വയസ്സ് എത്രയായിരുന്നു? 40 വയസ്സ്. വിവാഹിതനാകുമ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രായം എത്ര? 25 വയസ്സ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ ഖദീജ ബീവിയുടെ അവസ്ഥ എന്തായിരുന്നു? വിധവ. മുൻ ഭർത്താക്കന്മാർ ആരെല്ലാം? ഒന്ന്, അബൂ ഹാല. 2, അത്തീഖ് ഇബ്നു ആബിദ് അൽ മഖ്സൂമി. ഖദീജ ബീവിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയ മഹർ എന്തായിരുന്നു? 20 ഒട്ടകങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ദാമ്പത്യകാലം എത്രയായിരുന്നു? 25 വർഷം. ഖദീജ ബീവിയുടെ ആകെ വയസ്സ് എത്രയായിരുന്നു? 65. വഫാത്ത് എന്ന് എവിടെ വെച്ചായിരുന്നു? നുബൂവത്തിൻ്റെ 10ാം വർഷം മക്കയിൽ വെച്ച്. ഖദീജ ബീവിയുടെ മഖബറ എവിടെ സ്ഥിതി ചെയ്യുന്നു? ഹുജൂൻ, ജന്നത്തുൽ മുഅല്ലയിൽ. ഖദീജ ബീവിക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നുള്ള സന്താനങ്ങൾ എത്രയാണ്? 6. അവർ ആരൊക്കെയാണ്? ഖാസിം, സൈനബ്, റുഖയ്യ, ഫാത്തിമ, ഉമ്മു കുൽസും, അബ്ദു. മറ്റു ഭർത്താക്കന്മാരിൽ നിന്നുള്ള സന്താനങ്ങൾ ആരൊക്കെയാണ്? അബൂ ഹാലയിൽ നിന്നും ഹിന്ദ്, ഹാല എന്നീ മക്കൾ. അത്തീഖിൽ നിന്നും ഹിന്ദ് എന്ന മകൾ. ഖദീജ ബീവി വഫാത്താകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രായം എത്രയായിരുന്നു? 50. ഖദീജ ബീവിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തായിരുന്നു? ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച വ്യക്തിയാണവർ. ഖദീജ ബീവിയുടെ മേൽ ജനാസ നിസ്കാരം നടന്നിട്ടില്ല. എന്താണ് കാരണം? അന്ന് മയ്യത്ത് നിസ്കാരം നിയമപരമായി പ്രാബല്യത്തിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇതായിരുന്നു കാരണം. 2, സൗദ റളിയല്ലാഹു അൻഹ. സൗദ ബീവി റളിയല്ലാഹു അൻഹയുടെ പിതാവ് ആര്? ഖൈസിൻ്റെ മകൻ സംഅ. സൗദ ബീവി റളിയല്ലാഹു അൻഹയുടെ മാതാവ് ആര്? ശുമൂസ്. സൗദ ബീവി ജനിച്ചത് എന്നാണ്? ഹിജ്റയുടെ 68 വർഷങ്ങൾക്ക് മുമ്പ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള വിവാഹം എന്നാണ് നടന്നത്? ഹിജ്റയുടെ 3 വർഷം മുമ്പ് മക്കയിൽ വെച്ചായിരുന്നു വിവാഹം നടന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം കഴിക്കും മുമ്പുള്ള അവസ്ഥ എന്തായിരുന്നു? വിധവയായിരുന്നു. മുൻ ഭർത്താവ് ആരായിരുന്നു? അമ്രിൻ്റെ മകൻ സക്രാൻ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ദാമ്പത്യകാലം എത്രയായിരുന്നു? 14 വർഷം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള സന്താനങ്ങൾ. തിരുനബിയിൽ നിന്ന് സന്താനങ്ങളൊന്നും തന്നെ സൗദ ബീവിക്കില്ല. മുൻ ഭർത്താവ് സക്രാനിൽ നിന്നുള്ള സന്താനങ്ങൾ എത്ര? 5 പേർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൗദ ബീവിക്ക് നൽകിയ മഹർ എന്തായിരുന്നു? 400 ദിർഹം. സൗദ റളിയല്ലാഹു അൻഹയുടെ വഫാത്ത്. ഹിജ്റ 24 ഷവ്വാൽ മാസത്തിൽ മദീനയിൽ വെച്ച്. സൗദ ബീവിയുടെ മഖബറ എവിടെ സ്ഥിതി ചെയ്യുന്നു? ജന്നത്തുൽ ബഖീഅയിൽ, മദീനയിൽ. സൗദ ബീവിയുടെ പ്രത്യേകത എന്തായിരുന്നു? ഭർത്താവായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൃപ്തി ലഭിക്കുവാൻ തൻ്റെ ദിവസം ആയിഷ ബീവിക്ക് നൽകിയതാണ് അവരുടെ പ്രത്യേകത.
അല്ലാഹു തആല നേരിട്ട് നടത്തിയ വിവാഹമായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സൗദ ബീവി റളിയല്ലാഹു അൻഹയുടെയും വിവാഹം. 3. ആയിഷ റളിയല്ലാഹു അൻഹ. ആയിഷ ബീവിയുടെ പിതാവ് ആരായിരുന്നു? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആയിഷ ബീവിയുടെ മാതാവ് ആരായിരുന്നു? സൈനബ്, ഉമ്മു റോമാൻ. ആയിഷ ബീവിയുടെ ജനനം എന്നാണ്? ഹിജ്റയുടെ 9 വർഷം മുമ്പാണ് അവർ ജനിച്ചത്. വിവാഹിതയാകുമ്പോൾ, അതായത് നിക്കാഹ് നടക്കുമ്പോൾ ആയിഷ ബീവിയുടെ പ്രായം എത്രയായിരുന്നു? 6 വയസ്സ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി വീട് കൂടിയപ്പോൾ ആയിഷ ബീവിയുടെ പ്രായം എന്തായിരുന്നു? 9 വയസ്സ്. വിവാഹ സമയത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രായം എത്രയായിരുന്നു? 53 വയസ്സ്. ആയിഷ ബീവിയുടെ ഓമന പേരെന്ത്? ഉമ്മു അബ്ദില്ല. ആയിഷ ബീവിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയ മഹർ എന്തായിരുന്നു? 400 ദിർഹം. വിവാഹ സമയത്തുള്ള അവസ്ഥ എന്തായിരുന്നു? കന്യകയായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം ചെയ്ത ഏക കന്യകയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുള്ള ദാമ്പത്യകാലം എത്രയായിരുന്നു? 11 വർഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ ബീവിയുടെ വയസ്സ് എത്രയായിരുന്നു? 18 വയസ്സ്. അവർ അതിനുശേഷം വേറെ ആരെയെങ്കിലും വിവാഹം ചെയ്തോ? ഇല്ല. എന്താണ് കാരണം? പ്രവാചക പത്നിമാർ വിശ്വാസികൾക്ക് ഉമ്മമാരുടെ സ്ഥാനത്താണ്, അതായത് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്നാണ് അറിയപ്പെടുന്നത്. വിവാഹം നിഷിദ്ധമാണ്, എന്നാൽ അവരെ അന്യർക്ക് കാണാനോ സ്പർശിക്കാനോ പറ്റുകയുമില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള സന്താനങ്ങൾ. തിരുനബിയിൽ നിന്നും സന്താനങ്ങളൊന്നും തന്നെ ഇല്ല. ആയിഷ ബീവിയുടെ വഫാത്ത് എന്നായിരുന്നു? ഹിജ്റ 58 മദീനയിൽ. ആയിഷ ബീവിയുടെ ആകെ വയസ്സ് എത്രയായിരുന്നു? 67 വയസ്സ്. ആയിഷ ബീവിയുടെ മഖബറ എവിടെയാണ്? ജന്നത്തുൽ ബഖീഅയിൽ, മദീനയിൽ. ആയിഷ ബീവി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും എത്ര ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തു? 2210 ഹദീസുകൾ. 4. ഹഫ്സ റളിയല്ലാഹു അൻഹ. ഹഫ്സ ബീവിയുടെ പിതാവ് ആരായിരുന്നു? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഹഫ്സ ബീവിയുടെ മാതാവ് ആരായിരുന്നു? മൽഊനിന്റെ മകൾ സൈനബ്. ജനിച്ചത് എന്നായിരുന്നു? ഹിജ്റയുടെ 18 വർഷം മുമ്പ് മക്കയിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹഫ്സ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തത് എന്ന്, എവിടെ വെച്ച്? ഹിജ്റ 3 മദീനയിൽ വെച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ ഹഫ്സ ബീവിയുടെ അവസ്ഥ എന്തായിരുന്നു? അവർ വിധവയായിരുന്നു. അവരുടെ മുൻ ഭർത്താവ് ആര്? ഖുനൈസ് ഇബ്നു ഹുദാഫ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയ മഹർ എത്രയായിരുന്നു? 400 ദിർഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ദാമ്പത്യകാലം എത്രയായിരുന്നു? 8 വർഷം. ഹഫ്സ ബീവിയുടെ വഫാത്ത് എന്നായിരുന്നു? ഹിജ്റ 45 മദീനയിൽ. ഹഫ്സ ബീവിയുടെ ആകെ വയസ്സ് എത്ര? 65 വയസ്സ്. ഹഫ്സ ബീവിയുടെ മഖബറ എവിടെ സ്ഥിതി ചെയ്യുന്നു? ജന്നത്തുൽ ബഖീഅയിൽ. അടുത്തത് 5. സൈനബ ബിന്ത് ഖുസൈമ റളിയല്ലാഹു അൻഹ. സൈനബ ബീവി റളിയല്ലാഹു അൻഹയുടെ പിതാവ് ആര്? ഹാരിസിന്റെ മകൻ ഖുസൈമ. അവരുടെ മാതാവ് ആരായിരുന്നു? ഔഫിന്റെ മകൾ ഹിന്ദ്. അവരുടെ ജനനം എന്നായിരുന്നു? ഹിജ്റയുടെ 26 വർഷം മുമ്പ് മക്കയിൽ വെച്ച്. സൈനബ ബീവി റളിയല്ലാഹു അൻഹയുടെ സ്ഥാനപ്പേരെന്തായിരുന്നു? ഉമ്മുൽ മസാക്കീൻ, ദരിദ്രരുടെ മാതാവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം ചെയ്തത് എന്ന്? ഹിജ്റ 3 ശവ്വാലിനു ശേഷം. എവിടെ വെച്ചായിരുന്നു? മദീനയിൽ വെച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ സൈനബ റളിയല്ലാഹു അൻഹയുടെ അവസ്ഥ എന്തായിരുന്നു? വിധവയായിരുന്നു.
അവരുടെ മുൻ ഭർത്താവ് ആര്? ജഹഷിൻ്റെ മകൻ അബ്ദുള്ള. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയ മഹർ എത്രയായിരുന്നു? 400 ദിർഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുമുള്ള സന്താനങ്ങൾ അവർക്ക് ഇല്ല. വഫാത്ത് ഹിജ്റ 4 റബീഉൽ അവ്വലിൽ മദീനയിൽ വെച്ചായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊത്തുള്ള ദാമ്പത്യം ഏകദേശം 6 മാസം മാത്രമാണ് ഉണ്ടായിരുന്നത്. അവരുടെ മഖബറ എവിടെ സ്ഥിതി ചെയ്യുന്നു? ജന്നത്തുൽ ബഖീഅയിൽ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനാസ നിസ്കരിച്ച ഏക പത്നിയാണ് സൈനബ റളിയല്ലാഹു അൻഹ. ഖദീജ ബീവി വഫാത്താകുമ്പോൾ മയ്യിത്ത് നിസ്കാരം നിലവിലുണ്ടായിരുന്നില്ല. അതാണ് കാരണം. 6. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ പിതാവ് ആര്? അബു ഉമയ്യത്ത്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ മാതാവ് ആര്? ആമിറിന്റെ മകൾ ആതിഖ. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ജനനം എന്ന്? ഹിജ്റയുടെ 30 വർഷം മുമ്പ് മക്കയിൽ വെച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവരെ വിവാഹം ചെയ്തത് എന്ന്? ഹിജ്റ 4 എവിടെ വെച്ചായിരുന്നു? മദീനയിൽ വെച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇണയാകുമ്പോഴുള്ള അവരുടെ അവസ്ഥ എന്തായിരുന്നു? വിധവയായിരുന്നു. മുൻ ഭർത്താവ് ആര്? അബൂ സലമ. അബൂ സലമ റളിയല്ലാഹു അൻഹു അബ്ദുള്ള എന്നും അറിയപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവരെ വിവാഹം ചെയ്യാനുള്ള കാരണം എന്ത്? ഉഹദിൽ ഏറ്റ മുറിവ് കാരണം സലമ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു. ഉഹദ് യുദ്ധം. 4 കൈക്കുഞ്ഞുങ്ങളുമായി അവിശ്വാസികളായ തൻ്റെ കുടുംബത്തിലേക്ക് ഉമ്മു സലമ റളിയല്ലാഹു അൻഹു തിരിച്ചു പോകുന്നത് ആത്മഹത്യാപരമായിരുന്നു. ഇക്കാരണത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ ഏറ്റെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ദാമ്പത്യം എത്ര വർഷമായിരുന്നു? 7 വർഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള സന്താനങ്ങളൊന്നും തന്നെ ഇവർക്കില്ല. വഫാത്ത് ഹിജ്റ 61 ഷവ്വാലിൽ. വഫാത്താകുമ്പോൾ അവർക്ക് എത്ര വയസ്സായിരുന്നു? 84. അവരുടെ മഖബറ എവിടെ സ്ഥിതി ചെയ്യുന്നു? ജന്നത്തുൽ ബഖീഅയിൽ. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും എത്ര ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തു? 378 ഹദീസുകൾ. പ്രവാചക പത്നിമാരിൽ അവസാനം വഫാത്തായത് ആര്? ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. ഹുദൈബിയ സന്ധിയുടെ വിജയഹേതുവാകുവാൻ ഭാഗ്യം സിദ്ധിച്ച പ്രവാചക പത്നി ആര്? ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. 7. സൈനബ് ബിന്ത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ. സൈനബ് റളിയല്ലാഹു അൻഹയുടെ പിതാവ് ആര്? റിആബിൻ്റെ മകൻ ജഹ്ഷ്. അവരുടെ മാതാവ് ആര്? അബ്ദുൽ മുത്തലിബിൻ്റെ മകൾ ഉമൈമ, അതായത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അമ്മായി. സൈനബ് റളിയല്ലാഹു അൻഹയുടെ ജനനം എന്നായിരുന്നു? ഹിജ്റയുടെ 30 വർഷം മുമ്പ് മക്കയിൽ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം ചെയ്തത് എന്ന്? ഹിജ്റ 5 മദീനയിൽ വെച്ച്. വിവാഹം നടക്കുമ്പോൾ സൈനബ് റളിയല്ലാഹു അൻഹയുടെ അവസ്ഥ എന്തായിരുന്നു? വിധവയായിരുന്നു. അവരുടെ മുൻ ഭർത്താവ് ആര്? സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം കഴിക്കാനുള്ള കാരണമെന്ത്? ദത്തുപുത്രന്മാർ സ്വന്തം മക്കളെ പോലെയാണ്. അവരുടെ ഭാര്യമാരെ വിവാഹം ചെയ്യൽ നിഷിദ്ധമാണ് എന്ന ജാഹിലിയ കാലത്തെ നിയമം ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയ മഹർ 400 ദിർഹം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുള്ള ദാമ്പത്യകാലം 6 വർഷം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള സന്താനങ്ങൾ ഒന്നും തന്നെ ഇല്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള സന്താനങ്ങൾ ആരുമില്ല. അവരുടെ വഫാത്ത് ഹിജ്റ 20 മദീനയിൽ വെച്ചായിരുന്നു. വഫാത്താകുന്ന സമയത്ത് എത്ര വയസ്സായിരുന്നു? 50 വയസ്സ്. അവരുടെ മഖബറ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ജന്നത്തുൽ ബഖീഅയിൽ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ആദ്യം വഫാത്തായ ഭാര്യ ആര്?
സൈനബ ബിന്ത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ. 8. ജുവൈരിയ റളിയല്ലാഹു അൻഹ. ജുവൈരിയ റളിയല്ലാഹു അൻഹയുടെ പിതാവ് അബൂ ലിറാറിൻ്റെ മകൻ ഹാരിസ്. ജനനം ഹിജ്റയുടെ 16 വർഷം മുമ്പ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം ചെയ്തത് ഹിജ്റ 5 ബനുൽ മുസ്തലഖ് യുദ്ധാനന്തരം. സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം കഴിക്കുമ്പോൾ ബീവിയുടെ അവസ്ഥ എന്തായിരുന്നു? വിധവയായിരുന്നു. അവരുടെ മുൻ ഭർത്താവ് സഫ്വാൻ്റെ മകൻ മുസാഫിറായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള സന്താനങ്ങൾ ആരും ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ വിവാഹ മൂല്യം, അതായത് മഹർ, 400 ദിർഹമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുള്ള ദാമ്പത്യം 6 വർഷക്കാലമായിരുന്നു. യുദ്ധത്തടവുകാരിയായിരുന്ന ജുവൈരിയ റളിയല്ലാഹു അൻഹ ആരുടെ വിഹിതത്തിലായിരുന്നു? ഗോത്രത്തലവനായ ഹാരിസിൻ്റെ മകളായ കാരണത്താൽ മോചനം ആവശ്യപ്പെട്ട ജുവൈരിയയുടെ മോചനദ്രവ്യം ആരാണ് നൽകിയത്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജുവൈരിയ ബീവി വിവാഹം ചെയ്തപ്പോൾ സംഭവിച്ചത് എന്ത്? ബനുൽ മുസ്തലഖുകാരായ മുഴുവൻ ബന്ദികളെയും സ്വഹാബികൾ വെറുതെ വിട്ടു. ആ ഗോത്രം ഒന്നടങ്കം ഇസ്ലാം ആശ്ലേഷിക്കാൻ അത് കാരണമാവുകയും ചെയ്തു. ജുവൈരിയ റളിയല്ലാഹു അൻഹയുടെ വഫാത്ത് എന്നായിരുന്നു? ഹിജ്റ 50 മദീനയിൽ വെച്ച്. അപ്പോൾ വയസ്സ് എത്രയായിരുന്നു? 65 വയസ്സ്. അവരുടെ മഖബറ എവിടെ സ്ഥിതി ചെയ്യുന്നു? ജന്നത്തുൽ ബഖീഅയിൽ. 9. സഫിയ റളിയല്ലാഹു അൻഹ. സഫിയ ബീവിയുടെ പിതാവ് ആരായിരുന്നു? അഖ്തബിൻ്റെ മകൻ ഹുയയ്യ്. സഫിയ ബീവി ആരുടെ പരമ്പരയിൽ പെട്ടവരാണ്? മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സഹോദരൻ ഹാറൂൻ നബി അലൈഹിസ്സലാമിൻ്റെ പരമ്പരയിൽ. സഫിയ ബീവിയുടെ മാതാവാരായിരുന്നു? ഷംവീലിൻ്റെ പുത്രി ബർറ. ജനനം എന്നായിരുന്നു? ഹിജ്റയുടെ 10 വർഷം മുമ്പ്. എവിടെ വെച്ചായിരുന്നു? ഖൈബറിൽ വെച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള വിവാഹം എന്നായിരുന്നു? ഹിജ്റ 7 ഖൈബറിൽ നിന്നും മടങ്ങി വരുമ്പോൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി വിവാഹം കഴിക്കുമ്പോൾ സഫിയ ബീവിയുടെ അവസ്ഥ എന്തായിരുന്നു? അവർ വിധവയായിരുന്നു. മുൻ ഭർത്താക്കന്മാർ ആരൊക്കെ? 1. മിഷ്കമിൻ്റെ മകൻ സലാം. അതിനുശേഷം റബീഇൻ്റെ മകൻ കിനാന. ആർക്ക് ലഭിച്ച ഓഹരിയിലായിരുന്നു സഫിയ റളിയല്ലാഹു അൻഹ? ദിഹിയത്തുൽ ഖൽബി റളിയല്ലാഹു അൻഹയ്ക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ മഹർ എന്ത്? അടിമത്ത മോചനം. എന്ത് നൽകിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഫിയ ബീവിയെ മോചിപ്പിച്ചത്? 7 ഒട്ടകങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എത്രാം വയസ്സിലാണ് സഫിയ ബീവിയെ വിവാഹം ചെയ്തത്? 57-ാം വയസ്സിൽ. വിവാഹ കാരണം എന്തായിരുന്നു? ഗോത്രപ്രതാപിയായിരുന്ന പിതാവും ജൂത നേതാവായിരുന്ന ഭർത്താവും മരണപ്പെട്ട മനോവേദനയിൽ കഴിഞ്ഞ അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടിമത്ത മോചനം നടത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സന്താനങ്ങളുണ്ടോ? ഇല്ല. വഫാത്ത് എന്നായിരുന്നു? ഹിജ്റ 50 മദീനയിൽ വെച്ച്. അവരുടെ മഖബറ എവിടെ സ്ഥിതി ചെയ്യുന്നു? ജന്നത്തുൽ ബഖീഅയിൽ. 10. റംല റളിയല്ലാഹു അൻഹ, അല്ലെങ്കിൽ ഉമ്മു ഹബീബ എന്നും അറിയപ്പെടുന്നു. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയുടെ പിതാവ് ആര്? അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു. മാതാവ് ആര്? അബുൽ ആസിൻ്റെ മകൾ സഫിയ. ജനനം എന്നായിരുന്നു? ഹിജ്റയുടെ 30 വർഷം മുമ്പ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം കഴിച്ചത് എന്നാണ്? ഹിജ്റ 7-ാം വർഷം മുഹറം മാസത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയ മഹർ എന്തായിരുന്നു? 400 ദിർഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം കഴിക്കുമ്പോഴുള്ള അവസ്ഥ എന്തായിരുന്നു? വിധവ. മുൻ ഭർത്താവ് ജഹ്ഷിൻ്റെ മകൻ ഉബൈദുള്ള. റംല റളിയല്ലാഹു അൻഹയും ഭർത്താവ് ഉബൈദുള്ളയും മുസ്ലിമായ ശേഷം എങ്ങോട്ടാണ് ഹിജ്റ പോയത്? അബിസീനിയയിലേക്ക്. അവിടെ എത്തിയപ്പോൾ ഉബൈദുള്ളയ്ക്ക് എന്ത് സംഭവിച്ചു?
തൻ്റെ പഴയ മതമായ ക്രിസ്ത്യാനിസമാണ് ശരിയെന്ന് പറഞ്ഞ് അയാൾ ക്രിസ്ത്യാനിയായി. റംല ബീവി എന്തു ചെയ്തു? ഇസ്ലാമിൽ ഉറച്ചുനിന്നു. ഉബൈദുള്ളയിൽ നിന്നുള്ള സന്താനം ഹബീബ. ഉബൈദുള്ള എവിടെ വെച്ചാണ് മരണപ്പെട്ടത്? അബിസീനിയയിൽ വെച്ച്. ക്രിസ്ത്യാനിയായി തന്നെ മരണപ്പെട്ടു. കുട്ടിയെ പരിപാലിക്കാനുള്ള വിഷമാവസ്ഥ മനസ്സിലാക്കിയ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തു ചെയ്തു? അബിസീനിയയിലേക്ക് ദൂതൻ വശം കത്തയച്ചു. ആർക്കാണ് കത്തയച്ചത്? അബിസീനിയ രാജാവ് നജാഷിക്ക്. എന്തായിരുന്നു കത്തിൻ്റെ ഉള്ളടക്കം? ഉമ്മു ഹബീബയെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വിവാഹം ചെയ്തു കൊടുക്കുക. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയ മഹർ എന്തായിരുന്നു? 400 ദിർഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊത്തുള്ള ദാമ്പത്യം എത്ര വർഷമായിരുന്നു? 4 വർഷം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള സന്താനങ്ങൾ ഉണ്ടോ? ഇല്ല. വഫാത്ത് എന്നായിരുന്നു? ഹിജ്റ 44 മദീനയിൽ. അവരുടെ മഖബറ എവിടെയാണ്? ജന്നത്തുൽ ബഖീഅയിൽ. 11. മൈമൂന റളിയല്ലാഹു അൻഹ. മൈമൂന ബീവിയുടെ പേരെന്തായിരുന്നു? ബർറ. ആരാണ് മൈമൂന എന്ന പേര് നൽകിയത്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. മൈമൂന ബീവിയുടെ പിതാവ് ആര്? ഹാരിസ്. മാതാവ് ഔഫിൻ്റെ മകൾ ഹിന്ദ്. ജനനം എന്നായിരുന്നു? ഹിജ്റയുടെ 18 വർഷം മുമ്പ് മക്കയിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള വിവാഹം നടന്നത് എന്ന്? ഹിജ്റ 7-ാം വർഷം മക്കയിൽ. എവിടെ വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൈമൂന ബീവിയുമായി വീട് കൂടിയത്? മക്കയ്ക്കടുത്തുള്ള സരിഫ് എന്ന സ്ഥലത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയ മഹർ എത്രയായിരുന്നു? 500 ദിർഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊത്തുള്ള ദാമ്പത്യം എത്ര വർഷമായിരുന്നു? 4 വർഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം കഴിക്കുമ്പോഴുള്ള അവസ്ഥ എന്തായിരുന്നു? വിധവയായിരുന്നു. മുൻ ഭർത്താക്കന്മാർ ആരൊക്കെ? 1. അമ്രിൻ്റെ മകൻ മസ്ഊദ്. 2. അബ്ദുൽ ഉസ്സയുടെ മകൻ അബ്റൂഹ്. അവരെ വിവാഹം കഴിക്കാനുണ്ടായ കാരണം? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരി പുത്രിയായിരുന്നു മൈമൂന റളിയല്ലാഹു അൻഹ. ഏറെക്കാലം വൈധവ്യം അനുഭവിച്ച അവരെ പിതൃവ്യനെ സന്തോഷിപ്പിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള സന്താനങ്ങൾ ഉണ്ടോ? ഇല്ല. അവർ എന്നാണ് വഫാത്തായത്? ഹിജ്റ 51 മക്കയിൽ വെച്ച്. അപ്പോൾ എത്ര വയസ്സായിരുന്നു? 69 വയസ്സ്. അവരുടെ മഖബറ എവിടെ സ്ഥിതി ചെയ്യുന്നു? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി വീട് കൂടിയ സ്ഥലമായ സരിഫിൽ. 12. മാരിയത്തുൽ ഖിബ്തിയ്യ റളിയല്ലാഹു അൻഹ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം ചെയ്ത ഏക അടിമ സ്ത്രീ ആരാണ്? മാരിയത്തുൽ ഖിബ്തിയ്യ റളിയല്ലാഹു അൻഹ. എവിടെയാണ് മാരിയ റളിയല്ലാഹു അൻഹയുടെ ജനനം? ഈജിപ്തിലെ ഹഫ്ന എന്ന സ്ഥലത്ത്. ആരാണ് മാരിയ റളിയല്ലാഹു അൻഹയുടെ പിതാവ്? ഷംഊൻ. മാരിയ റളിയല്ലാഹു അൻഹയുടെ മാതാവ് ഏത് ദേശക്കാരിയാണ്? റോം ദേശക്കാരി. ഏത് വംശത്തിലാണ് മാരിയ റളിയല്ലാഹു അൻഹയുടെ ജനനം? ഖിബ്തി വംശത്തിൽ. ആരുടെ കൊട്ടാരത്തിലാണ് മാരിയ റളിയല്ലാഹു അൻഹ വളർന്നത്? ഈജിപ്തിലെ ഇസ്കന്ദരിയ, അതായത് അലക്സാൻഡ്രിയ ഭരിച്ചിരുന്ന മുഖൗഖിസ് രാജാവിൻ്റെ കൊട്ടാരത്തിൽ. മാരിയ റളിയല്ലാഹു അൻഹയോടൊപ്പം കൊട്ടാരത്തിൽ താമസിച്ചിരുന്ന തൻ്റെ സഹോദരി ആരായിരുന്നു? സിരീൻ. മുഖൗഖിസിൻ്റെ കൊട്ടാരത്തിലേക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കത്തുമായി വന്നത് ആര്? ബദറിൽ പങ്കെടുത്ത ഹാത്തിബ് ഇബ്നു അബീബൽ താഴ്ത്ത് റളിയല്ലാഹു അൻഹു എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയച്ച കത്ത് മുഖൗഖിസ് എന്ത് ചെയ്തു? വായിച്ച ശേഷം ബഹുമാനാദരവുകളോടെ ഒരു ചിപ്പിൽ സൂക്ഷിച്ചു. ഹാത്തിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൈവശം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുഖൗഖിസ് എന്താണ് കൊടുത്തയച്ചത്? മാരിയ, സിരീൻ എന്നീ അടിമ സ്ത്രീകൾ, മഅ്ബൂർ എന്ന ഷണ്ഡൻ, 1000 മിസ്കാൽ സ്വർണം, 20 നേർത്ത വസ്ത്രങ്ങൾ, ദുൽദുൽ എന്ന കുതിര, ഉഫേർ എന്ന ഒട്ടകം, മിസ്രിലെ ബിന്ന് എന്ന പ്രദേശത്തെ തേൻ.
മാരിയ റളിയല്ലാഹു അൻഹ എവിടെ വെച്ചാണ് ഇസ്ലാം സ്വീകരിച്ചത്? മദീനയിലേക്കുള്ള വഴിയിൽ വെച്ച്. മാരിയ റളിയല്ലാഹു അൻഹയെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തു ചെയ്തു? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവരെ ഇഷ്ടപ്പെടുകയും ഹിജാബ് നൽകുകയും ചെയ്തു. സിരീനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആർക്കാണ് നൽകിയത്? ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്. ആരുടെ വീട്ടിലാണ് ആദ്യം മാരിയ റളിയല്ലാഹു അൻഹയെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താമസിപ്പിച്ചത്? ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ. പിന്നീട് മാരിയ റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താമസിച്ച വീട് ഒരു ഉയർന്ന സ്ഥലത്തായിരുന്നു. ആ സ്ഥലം പിന്നീട് അറിയപ്പെട്ടത് എങ്ങനെ? ഉമ്മു ഇബ്രാഹീമിൻ്റെ ചായ്പ് എന്ന പേരിൽ. എന്നാണ് മാരിയ റളിയല്ലാഹു അൻഹ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇബ്രാഹിം എന്ന കുഞ്ഞിനെ പ്രസവിച്ചത്? ഹിജ്റയുടെ 8-ാം വർഷം ദുൽഹിജ്ജ മാസത്തിൽ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാരിയ റളിയല്ലാഹു അൻഹയുടെ പ്രസവ വാർത്ത അറിയിച്ചത് ആര്? റാഫിഅ റളിയല്ലാഹു അൻഹു. മാരിയ റളിയല്ലാഹു അൻഹയുടെ പ്രസവ വാർത്ത അറിയിച്ച റാഫിഅന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താണ് സമ്മാനം നൽകിയത്? ഒരടിമയെ. മാരിയ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ട് ഖുർആനിൽ അവതരിച്ച സൂക്തം ഏത്? സൂറത്തു തഹ്രീമിലെ 1-ാം സൂക്തം. ഡാഷ് മാരിയ റളിയല്ലാഹു അൻഹയെ സ്വതന്ത്രയാക്കിയിരിക്കുന്നുവെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. എന്ത്? തൻ്റെ മകൻ ഇബ്രാഹിം എന്ന കുട്ടിയുടെ ജനനം. മാരിയ റളിയല്ലാഹു അൻഹയുടെ വഫാത്ത് എന്ന്? ഹിജ്റ 16-ൽ. ആരുടെ ഭരണകാലത്തായിരുന്നു? ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ. ആരാണ് മാരിയ റളിയല്ലാഹു അൻഹയുടെ ജനാസ നിസ്കാരത്തിന് നേതൃത്വം നൽകിയത്? ഉമർ റളിയല്ലാഹു അൻഹു. എവിടെയാണ് മാരിയ റളിയല്ലാഹു അൻഹയുടെ മഖ്ബറ സ്ഥിതി ചെയ്യുന്നത്? ജന്നത്തുൽ ബഖീഅയിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരെക്കുറിച്ചുള്ള വിവരങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ അറിവ് പ്രയോജനപ്പെടുത്തുവാനും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുവാനും ശ്രമിക്കുമല്ലോ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി കാണും വരെ മഅസ്സലാമ.